എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് പനീർ കറി ഉണ്ടാക്കുക നോക്കാം നമുക്ക്. ആദ്യം 2 ഉള്ളി എടുത്തു, 2 തക്കാളി എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ട് കുക്കറിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് നന്നായി വെള്ളം ഒഴിച്ച് വേവിച്ച് അധികം വഴറ്റാതെ ഉണ്ടാക്കുക നമുക്ക്. അല്ലെങ്കിൽ വഴറ്റിയിട്ട് ഒരുപാട് സമയം അങ്ങനെ പോകും. അപ്പോൾ അതില്ലാതെ വേവിച്ചെടുക്കുക. കുക്കറിൽ 2 സ്റ്റീമിൽ ഇതെല്ലാം ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേവിച്ചെടുക്കുക. ഒരു 10 കാഷ്യൂനട്ട് ഇടുക, അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം ഇടുക. അതെല്ലാം കുക്കായി വരണം. 2 വലിയ ചുവന്ന മുളക്, അത് കഴിഞ്ഞിട്ട് ഗരം മസാല, ഒരു ബേ ലീഫ്, ഒരു ചെറിയ ബേ ലീഫ്, ഒരു 3 ഏലക്കായ, പട്ട ഇത്ര തന്നെ ഈ വലുപ്പത്തിൽ 2 കരാമ്പൂ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ സാദാ ജീരകം, 2 സ്റ്റീം വരെ വേവിച്ചെടുക്കുക. നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതെടുത്തിട്ട് ഒരു മിക്സിയിൽ എടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ വെള്ളമൊന്നും കളയേ വേണ്ട. ഇതൊക്കെ നമുക്ക് ഗ്രേവിയിലേക്ക് ഇടാൻ ഉപയോഗിക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. കുറച്ച് ബട്ടർ ഇട്ട് ബട്ടർ നന്നായി ഒഴുകിയതിന് ശേഷം അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഇടുക. അത് മെല്ലനെ ഒന്ന് ഫ്രൈ ആവണം. അധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുക്കായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു സ്റ്റേജിലും ഇട്ടിട്ടില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ബാക്കി വന്ന വെള്ളം നോക്കുക ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രേവി ഇതായി. ടേസ്റ്റ് നോക്കുക, പച്ചമണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ഇടണം ആവശ്യത്തിന്. ഗ്രേവി നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ കഷ്ണങ്ങൾ ഇടുക. വീണ്ടും നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ചതിന് ആവശ്യത്തൊക്കെ വില തിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ഇനി ഇതൊന്നും കൂടി ഇതിലേക്ക് പനീറിലേക്ക് എല്ലാം പിടിച്ച് അതുവരെ കുറച്ച് നേരം ഒരു 5 മിനിറ്റും കൂടി വേണ്ട. എത്ര ക്ഷണം കൊണ്ട് കഴിഞ്ഞു. വഴറ്റലൊന്നും ആവശ്യമില്ല, ഒന്നുമില്ല. ഇത് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേവി അരച്ച് കഴിഞ്ഞിട്ട് ഗ്രേവി സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ടെക്സ്ചർ കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ക്യാപ്സിക്കമിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതിലിട്ടു. ഒരു ഗ്രീൻ കളർ വരുമ്പോൾ നല്ല രസമുണ്ടാകും. ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇതിലിട്ടു. വീണ്ടും വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച് നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇടുക. അതിന് ശേഷം ക്രീം, കുറച്ച് നല്ലോണം ക്രീം ഇടയിലേക്ക്. ഇത് ഹോം മെയ്ഡ് ക്രീം ആയതുകൊണ്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഇതിൽ കറിയിൽ ചേരുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കും. ക്രീമൊക്കെ ഇട്ട് കറി നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. കസൂരി മേത്തി ഇട്ടതുകൊണ്ടാണ് ഇത്ര അതായത്. ആവശ്യം നിങ്ങൾക്ക് അധികം അതിൻ്റെ കസൂരി മേത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് അലങ്കരിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡിയായി. ഇതിൻ്റെ കൂടെ ശരിക്കും ഒരു വെജിറ്റബിൾ റൈസോ അങ്ങനെയാണെങ്കിൽ നല്ല കോമ്പിനേഷനായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജാസ്തി വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് വഴറ്റി നമ്മൾ സമയം കളയണ്ട.
ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ ഒപ്പം കഴിക്കാൻ ഒരു എളുപ്പത്തിലൊരു വെജിറ്റബിൾ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ റൈസാണ്. ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തു. മല്ലിയില വെച്ച് അലങ്കരിക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ.